എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, കഷ്ടതയുടെ പാഠങ്ങൾ എന്തൊക്കെയാണ്? എന്നെയും നിങ്ങളെയും കർത്താവായ ദൈവം എന്തൊക്കെയാണ് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്? ഞാനും നിങ്ങളും പ്രയാസത്തിലൂടെയും കഷ്ടങ്ങളിലൂടെയും നടന്നു നീങ്ങുമ്പോൾ നമ്മെ എന്താണ് സ്വർഗത്തിലെ ദൈവം പഠിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്? ഞാനും നിങ്ങളും എന്നും ഒരു ക്ലാസ്സിൽ ഇരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം എല്ലാവരും പതുക്കെ ഓരോ ക്ലാസ്സുകളായിട്ട് ഉയരത്തിലേക്ക് എത്തിച്ചേരണമെന്നും ഒടുവിൽ ക്രിസ്തു എന്ന തലയോളം വളരണമെന്നും നമ്മുടെ സ്വർഗസ്ഥനായ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇന്ന് നാം ഏവരും ദാനിയേലിനെ കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം വീണ്ടും കടന്നു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പലവട്ടം ദാനിയേൽ കടന്നുപോയി എങ്കിലും അവൻ വിശ്വസ്തനായതുകൊണ്ട് മാത്രം അവനെല്ലാം അതിജീവിക്കുവാനും സ്വർഗത്തിലെ ദൈവസന്നിധിയിൽ നിഷ്കളങ്കനും നേരുള്ളവനുമായി ജീവിക്കുവാൻ തക്കവണ്ണം ദാനിയേലിന് സാധിച്ചു. നാം ഇന്ന് എപ്രകാരമായിരിക്കും? ദൈവസന്നിധിയിൽ നമുക്ക് എപ്രകാരമായിരിക്കും ജീവിക്കാൻ തോന്നാൻ സാധിക്കുന്നത്? കഷ്ടങ്ങളും പ്രയാസങ്ങളും നമുക്കുണ്ടാകുമ്പോൾ നമുക്കെങ്ങനെ അതിനെ നേരിടുവാനും നമുക്കെങ്ങനെ അതിനെ പ്രതിരോധിക്കുവാനും നമുക്കെങ്ങനെ അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കും? ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുകയാണ്. നാം ആ പാഠങ്ങളൊക്കെയും വളരെ ആത്മാർത്ഥമായി പഠിക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ, അത് ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാനും ക്രിസ്തു എന്ന തലയോളം വളരുവാനും നമുക്ക് സാധിക്കുമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 28-ാമത്തെ വാക്യം: എന്നാൽ ദാനിയേൽ ദാര്യാവേശിൻ്റെ വാഴ്ചയിലും പാഴ്സി രാജാവിൻ്റെ കോരശിൻ്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ഹി വാസ് പ്രോസ്പേർഡ്. അവൻ ശുഭപ്പെട്ടിരുന്നു എന്ന് കർത്താവിന്റെ വചനം പറയുകയാണ്. അവൻ ശുഭപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ഹി വാസ് പ്രോസ്പേർഡ്. ദാര്യാവേശിൻ്റെ കാലത്തും പാഴ്സി രാജാവിൻ്റെ കാലത്തും അവൻ ശുഭപ്പെട്ടിരുന്നു. അവൻ അഭിവൃദ്ധിയാൽ പ്രാപിച്ച് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിച്ചു എന്ന് വേദപുസ്തകം ഇവിടെ പരാമർശിക്കുകയാണ്. അവൻ എപ്രകാരം അതിന് സാധിച്ചു? നമുക്ക് എപ്രകാരം ഒരു പ്രോസ്പെരിറ്റി, നമുക്ക് എപ്രകാരം ഒരു അഭിവൃദ്ധി പ്രാപിക്കുവാൻ നമുക്ക് എപ്രകാരം സാധിക്കും? നമുക്ക് ഈ ലോകത്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും നന്മകളോടെയും ദൈവിക കൃപകൾ ആസ്വദിച്ചുകൊണ്ട് നമുക്കെങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കും? ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിലൂടെ ഒരു മനോഹരമായ പാഠം കർത്താവായ ദൈവം നമ്മെ ഇന്ന് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കേൾക്കുവാൻ മനസ്സുണ്ട് എങ്കിൽ നമുക്കും ദാനിയേലിനെ പോലെ ദാര്യാവേശിൻ്റെ കാലത്തും പാഴ്സി രാജാവിൻ്റെ കോരശിൻ്റെ സമയത്തും എല്ലാ സമയത്തും ദാനിയേൽ ജീവനുള്ള കാലത്തോളവും യഹോവയ്ക്ക് കൊള്ളാകുന്നവനായി, ദൈവത്തിന് കൊള്ളാകുന്നവനായി, വിശ്വസ്തനും നേരുള്ളവനും നീതിയുള്ളവനുമായി ദാനിയേൽ ജീവിക്കുകയാണ്. നമുക്കും ഇതിന് സാധിക്കുവാൻ തക്കവണ്ണം ഇടയുണ്ടോ? നമുക്കും ഇപ്രകാരം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെ എന്താണ് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്? ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ തക്കവണ്ണം പോവുകയാണ്. നമുക്കേവർക്കും ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇവിടെ വചനം പറയുന്നു: രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ തക്കവണ്ണം ദാര്യാവേശന് ഇഷ്ടം തോന്നി. ഈ മൂവരിൽ ദാനിയേൽ ഒരുവനായിരുന്നു. എല്ലാ സ്ഥാനാധിപതികളുടെയും മുകളിൽ ഏറ്റവും ഉയരത്തിൽ രാജാവിന് താഴെയായി സകലരെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം 3 പ്രധാനപ്പെട്ട സ്ഥാനാധിപതികളെ ഇവിടെ നിയമിക്കുകയാണ്. ആകെ രാജ്യമാസകലം ഭരിക്കേണ്ടതിന് 120 പ്രധാന ദേശാധിപതികൾ, അവരുടെ മേൽ അവരെ ഭരിക്കേണ്ടതിന് 3 ദേശാധ്യക്ഷന്മാരെയും ഇവിടെ നിയമിക്കുവാൻ തക്കവണ്ണം രാജാവിന് മനസ്സ് തോന്നുകയാണ്. ഈ മൂന്ന് പേരിൽ ഒരുവനായിരുന്നു ദാനിയേൽ. ദാനിയേൽ ഒരു ബാബിലോണിയനല്ല. ദാനിയേൽ ആ സ്വന്തക്കാരനല്ല. ഇന്ന് ഈ രാജ്യത്തിലെ വ്യക്തി അല്ലാത്തത് കൊണ്ട് എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഇന്ന് പലരും അഭിമുഖീകരിക്കുന്നത്. അവർക്ക് ഇന്ന് തെരഞ്ഞെടുപ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. ഒരു അധികാര സ്ഥാനം കൈയാളുവാൻ സാധിക്കുന്നില്ല. അപ്രകാരം എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ അവരെ ചോദ്യം ചെയ്യുകയായി നീ ഈ രാജ്യത്തിൻ്റെതായ ഒരു വ്യക്തിയല്ല, ഒരു പൗരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തുകയായി. ഇവിടെ ദാര്യാവേശ് രാജാവ് ഈ ദാനിയേൽ ഒരു ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ സ്വന്തം പൗരനല്ലാതിരുന്നിട്ടും ഒരു യഹൂദനായ ദാനിയേലിനെ ആ രാജ്യത്തിൻ്റെ പ്രധാന ദേശാധിപതികളിൽ 3 പേരിൽ പ്രധാനിയായിട്ട് ദാനിയേലിനെ അവരോധിക്കുവാൻ തക്കവണ്ണം തീരുമാനിക്കുകയാണ്.
രണ്ടാമത്തെ വാക്യം വീണ്ടും പറയുകയാണ്, ഈ മൂവരിൽ ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു. മറ്റെല്ലാ പ്രധാന ദേശാധിപതിമാരും ദാനിയേൽ ഉൾപ്പെടുന്ന ഈ 3 പേരോടും കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സകല അധികാരികളും ഈ 3 പേർക്കും താഴെയായിരുന്നു. ഈ 3 പേരായിരുന്നു സകലതും, ഈ ലോകത്തിൻ്റെതായ സകല കാര്യങ്ങളും നടത്തിയിരുന്നത്. അതിനുശേഷമായിരുന്നു ദാര്യാവേശ് അവർ കണക്ക് ബോധിക്കുണ്ടായിരുന്നത്. 3-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ ശ്രദ്ധയോടെ ആ വാക്യം കേൾക്കുക. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് ഏറ്റവും മനോഹരമായ ഒരു വേദപുസ്തക വചനമാണിത്. ഉത്കൃഷ്ട മാനസൻ. ഞാനും നിങ്ങളും ഉത്കൃഷ്ട മാനസന്മാരാണോ? വേദപുസ്തകത്തിൽ ദാനിയേലിനെ കുറിച്ച് 2 പരാമർശങ്ങളുണ്ട്. ഈ 2ഇടത്തും ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 23-ാമത്തെ വാക്യം, ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം, ഇവിടെ 2ഇടത്തും നാം വേദപുസ്തകം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ ദൂതന്മാരൊക്കെയും ദാനിയേലിനെ വിളിക്കുന്നത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായ ദാനിയേലേ, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, നിങ്ങളും ഞാനും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണോ? ഏറ്റവും പ്രിയപ്പെട്ടവനാണോ? ദാനിയേലിനെ ദൈവം വിളിക്കുകയാണ് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, ഏറ്റവും പ്രിയപ്പെട്ടവനായ, സ്വർഗം സ്നേഹിക്കുന്ന, സ്വർഗം അഭിമാനത്തോടെ നോക്കുന്ന, സ്വർഗം ആദരവോടുകൂടി മാത്രം നോക്കുന്ന ഏറ്റവും പ്രിയനായ ദാനിയേലേ എന്ന് അവനെ നോക്കി സ്വർഗം വിളിക്കുകയാണ്. എന്നെയും നിങ്ങളെയും നോക്കി സ്വർഗത്തിന് അങ്ങനെ വിളിക്കുവാൻ തക്കവണ്ണം ഇന്ന് സാധിക്കുമോ? ഏറ്റവും പ്രിയനായ മകനെ, ഏറ്റവും പ്രിയനായ മകളെ, ഏറ്റവും പ്രിയനായ സഹോദര, ഏറ്റവും പ്രിയനായ ദാസ, ഏറ്റവും പ്രിയനായ വേലക്കാര, ഏറ്റവും പ്രിയനായ നേതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ മുമ്പിൽ കർത്താവിന് സാധിക്കുമോ? ഇവിടെ ദൈവം ദാനിയേലിനെ വിളിക്കുകയാണ് ഏറ്റവും പ്രിയനായവനെ, ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവനെ എന്ന് ദാനിയേലിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ അവരുടെ ദൂതന്മാരും ദൈവവും അവനെ പരാമർശിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രിയനായ ഒരു വ്യക്തി അവനായിരുന്നു ദാനിയേൽ. അവൻ അത്രത്തോളം നേരുള്ളവനായിരുന്നു, അവൻ അത്രത്തോളം വിശ്വസ്തനായിരുന്നു. ഇവിടെ വചനം പറയുകയാണ് അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നു. He had an excellent spirit in him. അവനിൽ ഏറ്റവും മനോഹരമായ ഒരു ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ഉണ്ടായിരുന്നു. ഉത്കൃഷ്ട മാനസനായിരുന്നു. ഇവിടെ വേദപുസ്തകം പറയുകയാണ് അപ്രകാരം ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി തിളങ്ങുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ തക്കവണ്ണം വിചാരിച്ചു. ഇവിടെ മറ്റാരെക്കാളും ഉന്നതനായ, മറ്റാരെക്കാളും ജ്ഞാനിയായ, മറ്റാരെക്കാളും ഉയർച്ചയുള്ളതായ ഒരു സ്വഭാവത്തിനും കഴിവിനും ഉടമയായി ദാനിയേൽ മാറിത്തിരിക്കാൻ കാരണം എന്തായിരുന്നു? He had an excellent spirit in him. അവനിൽ വളരെ മനോഹരമായ, വളരെ ശക്തിയേറിയ ഒരു ആത്മാവ് അവനിൽ ഉണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആയിരുന്നു. അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നു. അതുകൊണ്ട് അവൻ മറ്റെല്ലാവരിലും വിശിഷ്ടനായി തിളങ്ങുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവനെ അനുവദിക്കുകയായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, സകല ദേശാധിപന്മാരും എല്ലാ വലിയ നേതാക്കന്മാരും ഒക്കെയും ദാനിയേലിനെ കണ്ട്, അവൻ്റെ കഴിവിനെ കണ്ട് അവനെ പ്രോത്സാഹിപ്പിക്കുവാനും അവനെ ഉയർത്തുവാൻ തക്കവണ്ണം തയ്യാറാകാതെ അവന് നേരെ അസൂയയോടുകൂടി നോക്കുവാനും അവനെ അപായപ്പെടുത്തുവാനും കൊല്ലുവാനും അവനെ തരം താഴ്ത്തുവാനും തക്കവണ്ണം ഇവർ സ്വയം തീരുമാനിക്കുകയാണ്. ഇന്ന് നാം കാണുന്നതായ അതേ കാര്യം, ജാതീയരായ ഇവർ ചെയ്ത അതേ കാര്യം ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നവരും ഇന്ന് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് എത്രത്തോളം നാം നിരാശയോടുകൂടി, നാം ലജ്ജയോടുകൂടി ദൈവത്തെ നോക്കേണ്ടി വരും. കാരണം ജാതീയരായ ഈ പ്രധാന ദേശാധിപതിമാർ, ജാതീയരായ ഈ ദേശാധിപതിമാരും അധികാരികളും ദാനിയേലിനെ അസൂയയോടെ നോക്കി അവനെ തരം താഴ്ത്തുവാൻ, അവനെ ചവിട്ടി താഴ്ത്തുവാൻ തക്കണം ശ്രമിച്ചതായ സമയത്ത് ദാനിയേൽ തളർന്നു പോയില്ല. എന്നാൽ ഇന്ന് ദൈവത്തെ അറിയുന്നു എന്ന് സ്വയം അഭിമാനിക്കുന്ന അനേക ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ മനുഷ്യർ മറ്റൊരുവൻ നല്ലവനായിട്ട് വരുന്നത് കണ്ടാൽ, മറ്റൊരുവൻ ദൈവികമായ കൃപ അധികമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ, അവന് മറ്റുള്ളവരെക്കാളും നല്ല കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവനെ ഉയർത്തുവാനോ അവനെ പ്രോത്സാഹിപ്പിക്കുവാനോ അവരാർക്കും മനസ്സില്ല. പകരം അവനെ ചവിട്ടി താഴ്ത്തുവാൻ, പകരം അവനെ തലക്കടിച്ച് അവനെ താഴ്ത്തിക്കളയുവാൻ, അവനെ അപമാനിക്കുവാൻ തക്കവണ്ണം ഈ മനുഷ്യർ, ദൈവത്തെ സ്നേഹിക്കുന്നു അഭിമാനിക്കുന്നവരായ വ്യക്തികൾ, അവർ സ്വയം തയ്യാറാവുകയാണ്. എന്ത് വ്യത്യാസമാണ് ആ ജാതികളായ പ്രധാന ദേശാധിപതിമാരും ദൈവത്തെ അറിയുന്നെന്ന് പറയുന്നതായ നേതാക്കന്മാരിൽ എന്ത് വ്യത്യാസമാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്? പ്രിയമുള്ളവരെ, നാം ഇന്ന് പ്രകാരമാണ്.
ദൈവത്തിൻ്റെ കൃപയുള്ളവരെ നാം കാണുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെ നാം പരിചയപ്പെടുമ്പോൾ, അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ ഉയർത്തുവാനും ദൈവത്തോടു കൂടെ അവരെ സമരാക്കുവാനും ദൈവത്തിന് വേണ്ടി വേല ചെയ്യിക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുവാനുമായിട്ട് നാം സ്വയം തയ്യാറാകാറുണ്ടോ? ഇവിടെ ബർന്നബാസ് പൗലോസിനെ കാണുന്നതായ സമയത്ത് പൗലോസിലും ഇതുപോലെ ദാനിയേലിലുള്ളതുപോലെ ഏറ്റവും മനോഹരമായ ഒരു ആത്മാവ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ബർന്നബാസ് അവനെ ചവിട്ടി താഴ്ത്താതെ, അവനെ തരം താഴ്ത്താതെ പൗലോസിനെ ഉയർത്തുവാൻ തക്കവണ്ണം ബർന്നബാസ് സ്വയം തയ്യാറായി തീരുകയായിരുന്നു. പ്രിയമുള്ളവരെ, അതേ ആത്മാവ് നമ്മിലും ഇന്ന് ഉണ്ട് എങ്കിൽ നമുക്ക് യൗവനക്കാരായ അനേക ദൈവത്തിൻ്റെ ദാസന്മാരെ നേടുവാൻ തക്കവണ്ണം, ലഭിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇന്നും സാധിക്കും. ദാനിയേൽ അവനെ പോലെ ഇത്രത്തോളം നല്ല മനസ്സുള്ളവനും ഇത്രത്തോളം നിഷ്കളങ്കനുമായ ഒരുവനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല എന്ന് വേദപുസ്തകം പറയുകയാണ്. ഇത്രത്തോളം പ്രിയനായ ഒരുവൻ. അതുകൊണ്ട് തന്നെ അവനെ ഉയർത്തുവാനായിട്ട് ദാരിവേശ് സ്വയം തീരുമാനിക്കുകയാണ്. ഈ തീരുമാനം അപ്രകാരം എടുക്കുവാൻ പോകുന്നു എന്ന് കേട്ട ഉടനെ ഈ പ്രധാന ദേശാധിപതികളും എല്ലാ അധ്യക്ഷന്മാരും എന്ത് ചെയ്തു? അവർ കൂടി വന്ന് ഇവൻ എപ്രകാരം അപായപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ച് കൊല്ലുവാൻ തക്കവണ്ണം സ്വയം തീരുമാനിക്കുകയാണ്. ഇവിടെ 4-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം പറയുകയാണ്, എന്നാൽ യാതൊരു കാരണവും, 4-ാമത്തെ വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായ കാരണം കണ്ടെത്തുവാൻ തക്കവണ്ണം അവർ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അവർക്ക് ഒരു തെറ്റും കുറവും അവനിൽ കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിച്ചില്ല. ഇവിടെ ദാനിയേലിനെ കുറ്റപ്പെടുത്തുവാൻ, അവനെ അപായപ്പെടുത്തുവാൻ തക്കവണ്ണം ഇവർ എല്ലാവരും കൂടിയിരുന്ന് ആലോചിക്കുകയാണ്. എന്തെങ്കിലും കുറവ്, എന്തെങ്കിലും കുറ്റം ഇവനിലുണ്ടോ എന്ന് നോക്കുവാനും, എന്ന് ചിരതി നോക്കുവാനും, എന്ന് ഉള്ളിലേക്ക് ഇറങ്ങി നോക്കുവാനും തക്കവണ്ണം ഇവരെല്ലാവരും തീരുമാനിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഇവനെ താഴ്ത്തുവാനായിട്ട്, ഇവനെ തരം താഴ്ത്തുവാനായിട്ട്, ഇവനെ നശിപ്പിക്കുവാനായിട്ട് ഇവരെല്ലാവരും കൂടി ആലോചിക്കുകയാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നു, ഒരു കുറ്റവും അവനിൽ കാണുവാൻ തക്കവണ്ണം ഒരധികാരിക്കും സാധിച്ചില്ല. പിശാചിന് സാധിക്കുന്നില്ല ദാനിയേലിൽ ഒരു കുറ്റവും കണ്ടെത്തുവാൻ തക്കവണ്ണം അവന് സാധിക്കുന്നില്ല. കാരണം എന്തായിരുന്നു? കാരണം ദാനിയേൽ ഹി വാസ് സോ ഫെയ്ത്ത്ഫുൾ. വിശ്വസ്തനായ ദൈവത്തിൻ്റെ ഒരു മകനായിരുന്നു. അവൻ വളരെ വിശ്വസ്തനായ ഒരു ദൈവത്തിൻ്റെ പടയാളിയായിരുന്നു. അതുകൊണ്ട് അവനെ കൊടുക്കുവാൻ തക്കവണ്ണം ഒരുവിധമായ കുറ്റവും അവനിൽ കാണുവാൻ തക്കവണ്ണം ഇവർക്ക് ആർക്കും സാധിക്കുന്നില്ല. ഒടുവിൽ വീണ്ടും അവർ ചിന്തിക്കുകയാണ്. അവർ വളരെ ബുദ്ധിയോടെ പിശാചിൻ്റെ കൗശലത്തോടു കൂടി അവർ ചിന്തിക്കുകയാണ്, ദാനിയേലിനെ കൊടുക്കുവാൻ തക്കവണ്ണം നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിച്ചേ മതിയാകൂ, ഇവനെ നശിപ്പിച്ചേ മതിയാകൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇവർ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം സ്വയം തയ്യാറാവുകയാണ്. 5-ാമത്തെ വാക്യം പറയുന്നു, അപ്പോൾ ആ പുരുഷന്മാർ, നാം ഈ ദാനിയേലിന് നേരെ അവന് ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല എന്ന് അവർ ഏവരും പറയുകയാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് മാത്രമേ ഇവനിൽ കുറ്റം കണ്ടെത്തുവാനും ഇവനെ കുറ്റം ചുമത്തുവാനും തക്കവണ്ണം സാധിക്കുകയുള്ളൂ എന്ന് ഇവരേവരും സ്വയം തീരുമാനിക്കുകയും പറയുകയും ചെയ്യുകയാണ്. ഇവർ വലിയൊരു പദ്ധതി മനസ്സിൽ ഒരുക്കിക്കൊണ്ട് ദാരിവേശ് രാജാവിനെ സ്നേഹം നടിച്ച് ദാനിയേലിനെ കൊടുക്കുവാൻ തക്കവണ്ണം ഇവർ ഏവരും മുൻപോട്ട് കടന്നു ചെല്ലുകയാണ്. ഇവിടെ 7-ാമത്തെ വാക്യം ഇവർ പറയുന്നു, ഇവരെല്ലാവരും ഓടിച്ചെന്ന് ദാരിവേശിനെ കാണുകയും ദാരിവേശിനോട് സ്നേഹത്തോടുകൂടി ദാനിയേലിനെ കൊടുക്കുവാൻ തക്കവണ്ണം ഒരു കൽപ്പന പുറപ്പെടുവിക്കണം എന്ന് രാജാവിനോട് പറയുകയും ചെയ്യുകയാണ്. 7-ാമത്തെ വാക്യം, ദാരിവേശ് രാജാവിന് ദീർഘായുസ്സായിരിക്കട്ടെ. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ടുകളയും എന്നൊരു കൽപ്പന, എന്നൊരു രാജനിയമം നിയമിക്കുകയും ഗണ്യമായോ വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാധിപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ദേശാധിപന്മാരും കൂടി ആലോചിച്ചിരിക്കുന്നു. ആകയാൽ രാജാവേ, 8-ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ രാജാവേ, മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാതെ വണ്ണം ഈ വിരോധകൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതിക്കണമേ. അടുത്ത വാക്യം പറയുന്നു, 9-ാമത്തെ വാക്യം, അങ്ങനെ ദാരിയാവേശ് രാജാവ് രേഖയും വിരോധ കൽപ്പനയും എഴുതിച്ചു. ഇവിടെ ദാനിയേലിനെ കൊടുക്കുവാൻ തക്കവണ്ണം ഒരു കൽപ്പന ഇവർ ഈ രാജാവിനെ കൊണ്ട് സ്നേഹത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. 30 ദിവസത്തേക്ക്, ഇനി മുതൽ 30 ദിവസത്തേക്ക് രാജാവിനെ അല്ലാതെ ആരെയും നമസ്കരിക്കുവാനോ ആരാധിക്കുവാനോ അപേക്ഷ കഴിക്കുവാനോ പാടില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ,
ആ വ്യക്തികളെ സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ടുകളയുമെന്നൊരു കൽപ്പന പുറപ്പെടുവിക്കണമെന്ന് രാജാവിനെ കൊണ്ട് അവർ സൂത്രത്തിൽ ഒരു കൽപ്പന പുറപ്പെടുവിച്ച് സീൽ വെച്ച് മുദ്ര വെച്ച് പുറപ്പെടുവിക്കുകയായിരുന്നു. ഇവിടെ ദാനിയേൽ ഇത് കേട്ട ഉടനെ, വേദപുസ്തകം പറയുന്നു 10-ാമത്തെ അധ്യായം, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു, കേട്ട ഉടനെ ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവൻ മാളിക മുറിയിലെ കിളിവാതിൽ തുറന്ന് യെരൂശലേമിന് നേരെ തുറന്നിരിക്കുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ദാനിയേൽ ഒരു പ്രധാനമന്ത്രിയായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യക്ഷന്മാരിൽ ഒരുവനായിരുന്നു. അവൻ എന്നിട്ടും സമയമുണ്ടായിരുന്നു പ്രാർത്ഥിക്കുവാനായിട്ട്. എല്ലാ ദിവസവും 3 പ്രാവശ്യം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദാനിയേൽ ഒരിക്കലും മറന്നു പോയില്ല. ദാനിയേൽ അപ്രകാരം ഈ കൽപ്പന അറിഞ്ഞു. ഈ കൽപ്പനയെക്കുറിച്ച് കേൾക്കുവാനിടയായി. അവൻ മനസ്സിലായി, ഞാനത് ചെയ്താൽ തക്കവണ്ണം ഇതാരെങ്കിലും അറിഞ്ഞാൽ എന്നെ അവർ പിടിക്കും, ഇപ്രകാരം സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ടുകളയുമെന്ന് ദാനിയേൽ മനസ്സിലാക്കുകയാണ്. എന്നിട്ടും തൻ്റെ ദൈവത്തോട് നിരന്തരം ചെയ്തു വന്നതുപോലെ ദാനിയേൽ 3 വട്ടം പ്രാർത്ഥിപ്പാനായിട്ട് അവൻ്റെ മാളിക മുറിയിൽ ആ ജനൽ തുറന്നിട്ട് യെരൂശലേമിന് നേരെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവൻ്റെ ശത്രുക്കൾ ഇത് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവർ ഏവരും ഓടിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ കൽപ്പനയെ തിരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അങ്ങയ്ക്ക് വിരോധമായി പ്രവർത്തിക്കുകയും അങ്ങയോടല്ലാതെ അപേക്ഷ കഴിയുമെന്ന് പറഞ്ഞിരിക്കുകയും ചെയ്തിട്ടും അവൻ എന്ത് ചെയ്തു? അങ്ങയല്ല, അവൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കണ്ടു എന്ന് ഈ ദാനിയേലിനെ കുറിച്ച് ഈ 3 പേരും, അല്ലെങ്കിൽ ഈ സകല ദേശാധിപന്മാരും അധികാരികളും ഒക്കെയും ഈ രാജാവിനോട് സാക്ഷ്യം പറയുകയാണ്. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരേവരും വന്ന് രാജാവിനോട് പറയുകയാണ്, യഹൂദ പ്രവാസികളിൽ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയെ ആകട്ടെ തിരുമനസ്സുകൊണ്ട് എഴുതിച്ച വിരോധ കൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ ദിവസം 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചു വരുന്നു എന്ന് ഉണർത്തിച്ചു. ഇവിടെ ദാനിയേൽ ശത്രുക്കൾ പോലും ദാനിയേൽ വിശ്വസ്തനാണ്, അവൻ പ്രാർത്ഥിക്കുന്നവനാണ്, അവൻ മറന്നു പോകാതെ പ്രാർത്ഥിക്കുന്നവനാണ് എന്ന് സ്വയം സാക്ഷ്യം പറയുകയാണ്. നമ്മെക്കുറിച്ച് നമ്മുടെ ശത്രുക്കളുടെ സാക്ഷ്യം എന്താണ്? നമ്മെക്കുറിച്ച് നമ്മുടെ സാക്ഷ്യം അവർക്ക് നല്ലതാണോ, അതോ നമ്മെക്കുറിച്ച് തെറ്റുകൾ മാത്രമേ അവർക്കും പറയുവാനായിട്ട് ഇന്ന് ലോകത്തുള്ളൂ? ഇവിടെ ശത്രുക്കൾ പോലും ദാനിയേൽ പ്രാർത്ഥനാ സ്വഭാവമുള്ളവനാണ് എന്ന് സാക്ഷ്യം പറയുകയാണ്. ഇവിടെ രാജാവിൻ്റെതായ എന്തായിരുന്നു രാജാവിൻ്റെ റെസ്പോൺസ്? എന്തായിരുന്നു രാജാവിൻ്റെ പ്രതിഫലനം? രാജാവ് ഇവിടെ പറയുകയാണ്, 14-ാമത്തെ വാക്യം, രാജാവ് ദാനിയേൽ ഇപ്രകാരം ചെയ്തു എന്ന് പറഞ്ഞതായി കേട്ട സമയത്ത് അവൻ അത്യന്തം വ്യസനിക്കുവാൻ ആരംഭിച്ചു. കാരണം എന്തായിരുന്നു? ദാരിയവേശ് രാജാവ് ഏറ്റവും അധികം സ്നേഹിച്ച ഒരുവനായിരുന്നു ദാനിയേൽ. അവൻ ഏറ്റവും അധികം ദാരിയവേശ് രാജാവ് സ്നേഹിച്ചിരുന്നു. ഇവിടെ വചനം പറയുന്നു, ദാനിയേൽ രക്ഷിപ്പാൻ തക്കവണ്ണം മനസ്സു വെച്ച് രാജാവ് രക്ഷിപ്പാൻ തക്കവണ്ണം സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു. ആ സമയത്താണ് രാജാവിന് മനസ്സിലായത്, അയ്യോ, ദാനിയേലിന് കൊടുക്കുവാൻ തക്കവണ്ണം ഈ പാപികളായ അധികാരികളൊക്കെയും ഒരു സൂത്രമുണ്ടാക്കി എന്നെ പറ്റിച്ചു കളഞ്ഞുവല്ലോ, ഞാനിപ്പോൾ എന്തു ചെയ്യും? ദാനിയേൽ കുടുങ്ങിയിരിക്കുന്നു, എനിക്ക് അവനെ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നോർത്തുകൊണ്ട് ദാരിയവേശ് രാജാവ് വ്യസനിക്കുവാൻ ആരംഭിച്ചു, കരയുവാൻ ആരംഭിച്ചു, ദുഃഖിക്കുവാൻ ആരംഭിച്ചു. ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് ഓർക്കുവാൻ തക്കവണ്ണം ആരംഭിച്ചു. ഇവിടെ രാജാവ് ആ നിയമം മാറ്റുവാൻ തക്കവണ്ണം സാധിക്കാത്തത് കൊണ്ട് ആ കൽപ്പന പ്രകാരം ദാനിയേലിനെ പിടിച്ചു കൊണ്ടുവന്ന് ആ സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ട് കളയുകയാണ്, ആ കുഴിയിലേക്ക് ഇട്ട് കളയുകയാണ്. 16-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം പറയുന്നു, അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു. രാജാവിന് സഹിക്കുവാൻ സാധിക്കുന്നില്ല. ദാനിയേൽ എത്ര ശക്തനായ, എത്ര വലിയവനായ, ഉത്കൃഷ്ട മാനസനായ ഒരു വ്യക്തി, എനിക്ക് അവനെ വേണം, പക്ഷേ ഇവരെന്നെ കുടുക്കിക്കളഞ്ഞുവല്ലോ. ദാനിയേലിനെ ഇട്ടതിന് ശേഷം ദാനിയേൽ പറയുകയാണ്, ദാനിയേലിനോട് രാജാവ് പറയുകയാണ്, നീ ഇടപെടാതെ സേവിക്കുന്നതിന് ദൈവം നിന്നെ രക്ഷിക്കട്ടെ എന്ന് ദാനിയേലിനോട് ഈ ദാരിയവേശ് രാജാവ് പറയുകയാണ്. അതുമാത്രമല്ല, അന്ന് ആ രാത്രിയിൽ ഈ രാജാവ് ഉറങ്ങുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. വേദപുസ്തകം പറയുന്നു, അതിൻ്റെ 18-ാമത്തെ വാക്യം, 6-ാം അധ്യായം ദാനിയേലിൻ്റെ പുസ്തകം, പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. അവൻ ഉപവാസമെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എൻ്റെ ദാനിയേലിനെ അങ്ങ് വിടുവിക്കണമേ, ഞാൻ സൂത്രത്തിൽ കുടുങ്ങിപ്പോയി, എന്നാൽ ദാനിയേലിനെ അങ്ങ് വിടുവിക്കണമെന്ന് രാത്രി മുഴുവൻ ഉപവാസമെടുത്ത് അവൻ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും പറയുന്നു, അവൻ്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല, ഉറക്കം അവന് വിട്ടുപോയി. രാജാവ് അതികാലത്ത് ബന്ധപ്പെട്ട് എഴുന്നേറ്റ് സിംഹത്തിൻ്റെ ഗുഹയുടെ അരികെ ചെന്നു. രാജാവ് രാത്രി ഉറങ്ങുവാൻ സാധിക്കുന്നില്ല, ഉണ്ണുവാൻ സാധിക്കുന്നില്ല, ഉറക്കം വരുന്നില്ല, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ദാനിയേലിനെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്, വ്യസനിക്കുകയാണ്. അതിരാവിലെ എഴുന്നേറ്റ് രാജാവ് നേരെ ഗുഹയുടെ നേരെ ഓടുകയാണ്. ഓടി
പ്രത്യാശയോടുകൂടി രാജാവ് വിളിക്കുകയാണ്. 20-ാമത്തെ വാക്യം, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്നും നിന്നെ വിടുവിക്കുവാൻ തക്കവണ്ണം, രക്ഷിപ്പാൻ തക്കവണ്ണം പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ട ഉടനെ ദാനിയേലിൻ്റെ ഇപ്രകാരം അരുൾ പറഞ്ഞു. 21-ാമത്തെ വാക്യം, ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. 22-ാമത്തെ വാക്യം, സിംഹങ്ങൾ എനിക്ക് വരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായെ അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവേ, തിരുമുമ്പിലും ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ദാനിയേൽ കയറി വന്നു. അവനെ കണ്ട ഉടനെ രാജാവ് മറ്റെല്ലാം മറന്ന് ദാനിയേലിനെ കെട്ടിപ്പിടി സന്തോഷത്തോടെ കരയുവാൻ തുടങ്ങി. ദാനിയേലേ, നിന്റെ ദൈവം വലിയവൻ, നീ വലിയവൻ, നിന്റെ ദൈവം വലിയവൻ, നിന്നെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുവല്ലോ എന്ന് ആ രാജാവ് പറയുകയുണ്ടായി. അതിനുശേഷം ഇവനെ കൊടുക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ച എല്ലാ ദേശാധിപന്മാരെയും അവരുടെ കുടുംബത്തെയും അവരുടെ സകലത്തെയും വിളിച്ചുകൂട്ടി ഈ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് രാജാവ് ഇട്ടുകൊടുക്കുകയും വേദപുസ്തകം പറയുകയാണ്. 24-ാമത്തെ വാക്യം, പിന്നെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. അവർ ഗുഹയുടെ അടിയിലെത്തും മുൻപേ സിംഹങ്ങൾ അവരെ പിടിച്ചു. അവിടെ അസ്ഥികളൊക്കെയും തകർത്തു കളഞ്ഞു. ഇവിടെ ദൈവം ദാനിയേലിലൂടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ദാനിയേലിനെ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കൃപ തോന്നുകയാണ്. ദൈവം അതിശയകരമായി ദാനിയേലിനെ വിടുവിച്ചതിലൂടെ ഒരു വലിയ സാക്ഷ്യമായി നിൽക്കുവാൻ തക്കവണ്ണം ആ കഷ്ടത്തിലൂടെ കർത്താവ് ദാനിയേലിനെ കടത്തിവിട്ടുവെങ്കിലും ആ കഷ്ടത്തിന്റെ അവസാനത്തിൽ ഒരു വലിയൊരു പ്രതിഫലത്തിലേക്ക് ദാനിയേൽ ഇവിടെ കടന്നു വരികയായിരുന്നു. ദാനിയേലിന്റെ സാക്ഷ്യത്തിലൂടെ ദൈവത്തിൻ്റെ മക്കൾ, അനേകം മനുഷ്യർ ദൈവത്തെക്കുറിച്ച് കേൾക്കുവാൻ, ദൈവം വിടുവിച്ച് ദാനിയേലിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടവരികയായിരുന്നു. ഇവിടെ ദാരിയോശ് രാജാവ് പറയുകയാണ്, 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അന്ന് ദാരിയോശ് രാജാവ് സർവ്വഭൂമിയിലും വസിക്കുന്ന മനുഷ്യർക്കും ഭാഷകൾക്കും എഴുതി തന്നാൽ, നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട എല്ലാവരും ദാനിയേലിൻ്റെ ദൈവത്തിന് മുമ്പാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. ഇവിടെ ആ ദൈവം വലിയവനാണ്, ആ ദൈവം സർവശക്തനാണ്, അവൻ എന്നേക്കും ജീവിക്കുന്നവനാണ് എന്ന് സാക്ഷ്യം പറയുന്നതോടൊപ്പം എല്ലാ മനുഷ്യരും, എല്ലാ ജനങ്ങളും ദാനിയേലിൻ്റെ ദൈവത്തെ ആരാധിക്കണം എന്നും പറയുവാൻ തക്കവണ്ണം ദാരിയോശിലൂടെ ദൈവം ഇവിടെ വരുത്തുകയാണ്. പ്രിയമുള്ളവരെ, ദാനിയേൽ ഒരു വലിയ കഷ്ടത്തെ അതിജീവിക്കുകയായിരുന്നു. എന്നാൽ ദാനിയേൽ നിരാശനായിക്കൊണ്ട് ഓടി ഒളിക്കുവാൻ, മരണത്തെ ഭയന്ന് ഓടി ഒളിക്കുവാൻ ഇടവന്നു എങ്കിൽ, അപ്രകാരം ചെയ്യുവാനായിട്ട് ഇടവന്നിരുന്നുവെങ്കിൽ ഇപ്രകാരം ഒരു വലിയ സാക്ഷിയായി നിൽക്കുവാൻ തക്കവണ്ണം ദാനിയേലിന് സാധിക്കുമായിരുന്നില്ല. എന്നാൽ ദാനിയേൽ ആ സമയത്ത് അവിടെ നിൽക്കുവാൻ തക്കവണ്ണം സ്വയം തീരുമാനിച്ചതുകൊണ്ട് ഒരു വലിയ സാക്ഷ്യമായി നിൽക്കുവാൻ, ഒരു വലിയ സാക്ഷ്യമായി ദേശം മുഴുവനും അറിയുന്ന ഒരു സാക്ഷ്യമായി നിൽക്കുവാൻ തക്കവണ്ണം ദാനിയേലിനെ ദൈവം അനുവദിക്കുകയാണ്. ഞാനും നിങ്ങളും കഷ്ടങ്ങളിൽ, പ്രയാസങ്ങളിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ ദൈവത്തെ മറന്ന് ഓടി ഒളിക്കാതെ ആ സമയത്ത് ധൈര്യത്തോടെ അതിനെ അതിജീവിച്ചുകൊണ്ട് നാം നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നാം ഏവരും ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം നമ്മെ കർത്താവ് സഹായിക്കും. ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോവുകയാണ്. നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ദൈവമേ, അതൊക്കെയും സഹിപ്പാനായിട്ട് എന്നെ അനുവദിക്കണമേ എന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, ദാനിയേലിനെ പോലെ വിശ്വസ്തനായി നിൽപ്പാൻ എന്നും എല്ലായ്പ്പോഴും ഞങ്ങളെ ഓരോരുത്തരും കർത്താവ് സഹായിക്കണമേ. ജീവനെ കളയേണ്ടി വന്നാലും ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനും നടക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെ കർത്താവ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. സകലവും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.